ഉറപ്പുണ്ടെങ്കിൽ പാടിയാൽ മതി, ഉറപ്പുണ്ടെങ്കിൽ പാടിയാൽ മതി. സുഖമുള്ള എൻ്റെ കണ്ണുനീർ അത് പ്രാണപ്രിയനായവന് മാത്രമേ പാടുവാൻ കഴിയത്തുള്ളൂ. ഒരിക്കൽ കൂടെ, സുഖമുള്ള ഒരിക്കൽ കൂടെ, സുഖമുള്ള എല്ലാം എല്ലാം എന്നുമെന്നും എൻ പിതാ. ഒരു മകനായി ഒരു മകളായി നീയാണ്. യെസ്, come on church, പറഞ്ഞാട്ടെ, നീയാണ് എല്ലാം, നീയാണ് എന്നും എന്നും. ഒന്നുകൂടെ ചേർന്ന്, യെസ് ഫാദർ, എന്നും എന്നും. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. ഈ അവസാന നിമിഷങ്ങൾ കർത്താവിന് ആരാധന കൊടുത്താണ്, ദൈവത്തിന് തക്ക മഹത്വം കൊടുത്താണ്. സകലതും ലഭിച്ചതിന് ശേഷം ആരാധന, ആരാധന അങ്ങേക്കാരാധന, യേശുവേ തക്ക മഹത്വത്തിന് യോഗ്യനായവനേ, ആരാധന അങ്ങേക്കാരാധന, എന്റെ യേശുവേ. ഇരുകരങ്ങളെ ഉയർത്തിക്കൊണ്ട് ദൈവമേ ആരുള്ളി. കർത്താവിനെ അറിഞ്ഞവർ അങ്ങിലല്ലാതെ വേറെ ഇല്ലെന്നാശ്രയം, അങ്ങിൽ മാത്രം പ്രാണപ്രിയ, അങ്ങ് മാത്രമാ എന്റെ വലക്കര പിടിച്ചിരിക്കുന്നവനാണെന്ന് ഉറപ്പുള്ളവർ അങ്ങേ
സദ്യ മൊത്തം വിളമ്പി കഴിഞ്ഞു, ഡെസേർട്ടും കൊടുത്തു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു എല്ലാം കഴിഞ്ഞു. ദേവദാസൻ എൻ്റെ മെസ്സേജ് ഓൾറെഡി പ്രസംഗിച്ചു കഴിഞ്ഞു. അല്ല, വേർഡ് നോക്ക്. അത് ഓൾറെഡി കഴിഞ്ഞു. ഞാൻ ഇനി എന്ത് പറയും? അതാ ഞാൻ പറഞ്ഞു, ഓൾറെഡി ഞാൻ ഈ മെസ്സേജ് ദേവദാസൻ ഓൾറെഡി അനുഭവങ്ങളൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞ് റെഡി ആയിട്ട് ക്ലോസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ആ മെസ്സേജിലേക്ക് പോയത്, ഈ വാക്യത്തിലേക്ക് പോയത് അല്ലേ? ഡ്രൈ ബോൺസ്. എസ്കേലിൻ്റെ കാര്യവും പറഞ്ഞു, പ്രവചിക്കാനും പറഞ്ഞു. ഞാൻ ആ മൊമെന്റിൽ ഞാൻ എടുത്ത് കാണിച്ചു പ്രൂഫിനായിട്ട്. I know the Holy Spirit is working in this place. പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, ഉറപ്പാ. അതൊരു സൈനായിട്ട് നിങ്ങളുടെ മുമ്പിൽ തെളിവിനായിട്ട് മാത്രം ഞാനിത് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കണം, ഇതിനകത്ത് മഹത്വം ഇറങ്ങി നിൽക്കുകയാണ്. അയ്യോ, എനിക്ക് കാണാൻ പറ്റുന്നില്ല, എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല, കേൾക്കാൻ പറ്റും, ഒന്നും പറയണ്ട, നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി, ഹൃദയം തുറന്ന്. പിന്നെ ഒരു വാക്ക്, ഈ 12 hour പരിപാടി നിർത്തിക്ക് 24 hour തുടങ്ങിക്കോ. 12 hour നിർത്തി 24 തുടങ്ങിക്കോ. അതിന് പോലും ആള് ഫുള്ളായിക്കൊണ്ടിരിക്കും. എന്നോട് ദൈവാത്മ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുക, ഈ 12 hourൽ പമ്പുണ്ട്, ഇല്ലേ, പെട്രോൾ പമ്പ്. നമ്മുടെ തീരാറാകുമ്പോൾ ദൂരേന്നൊരു പമ്പിൻ്റെ ബോർഡ് കണ്ട് നമ്മൾ സന്തോഷിച്ച് വരുമ്പോൾ എന്താ സംഭവിക്കുന്നേ? കഴിഞ്ഞു, തീർന്നു, ലൈറ്റെല്ലാം ഓഫാ. ആ പരിപാടി നടക്കത്തില്ല. 24 hours തുടങ്ങാൻ പോകുക. മഹത്വം ഇറങ്ങി നിൽക്കുന്നത് ഏതു സമയത്തും ഇവിടെ മക്കൾ കടന്നു വന്ന് ദൈവത്തെ എന്താ പറയുന്നത്, ഒന്ന് രുചിച്ചറിയുവാനും ഒന്ന് അനുഭവിപ്പാനും ദൈവത്തിൻ്റെ മഹത്വം ഒന്ന് കാണാനും അനുഭവിപ്പാനും ഒക്കെ ഒരു അവസരം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. അവിടെ വിശ്വസിച്ചോ? 12 hour നിർത്തി 24 തുടങ്ങാൻ പോവാ. ആരും തളരത്തില്ല, ഒറ്റ വ്യക്തികൾ തളരത്തില്ല. ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഇവരെല്ലാവരും ചലിക്കും. എഴുതിയിട്ടോ, അത് നടക്കും, 100% നടക്കും. പിന്നെ അതുപോലെ തന്നെ ഈ ദേശത്ത് അനേകായിരം യൂത്ത്സിനെ റീചാർജ് ചെയ്യുന്ന റീചാർജ് സെൻ്ററാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ തഴയപ്പെട്ട, ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയുന്ന കുറച്ച് ഗുഡ് ഫോർ നത്തിങ് ആൾക്കാരെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന അഭിഷേകം കൊണ്ട് നിറയ്ക്കാൻ പോകുക. ദേവദാസൻ പറഞ്ഞതുപോലെ 2025 നമ്മൾ വിചാരിക്കുന്ന ഒരു വർഷമായി തീരത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് 2023 അങ്ങനെ 2025 is going to be something different. ആത്മ അഭിഷേകത്തിൽ ചലിക്കുന്ന ഒരു ജനറേഷനെ കർത്താവ് എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ ഗ്ലോറി ടെന്റ് തന്നെ അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. പലയിടത്തും നമ്മുടെ അപ്പച്ചന്മാരുടെ സമയത്ത് ഒരു കാത്തിരിപ്പ് യോഗം ഉണ്ടായിരുന്നു. അത് തിരിച്ചു വന്നില്ലേ? 12 hour മീറ്റിങ്സ് വന്നില്ലേ? നമ്മുടെ പിള്ളേർ നമ്മുടെയൊക്കെ സമയത്ത് ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിക്കൂർ ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ വാഷ്റൂം എന്ന് പറഞ്ഞിറങ്ങി പോവുമായിരുന്നു. ഇത്രയും ജനം, ഇത്രയും കുഞ്ഞുങ്ങൾ 12 മണിക്കൂർ ഇതിനകത്തിരുന്നു. ആ സമയം പോയത് അറിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു 24 hour നടത്തിക്കൂ. കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കാൻ പോവുക. 4 കാര്യങ്ങൾ എന്നോട് കർത്താവ് പറഞ്ഞത് ദേവദാസൻ ഓൾറെഡി പറഞ്ഞതാണ്. എസ്കേലിൻ്റെ പുസ്തകം 37-ാം അധ്യായം 37-ാം അധ്യായം 1, 2, 3 വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നത്, ലോർഡ് ടുക്ക് ഹോൾഡ് ഓഫ് മീ. ദൈവം ചിലരെ പൊക്കിയെടുക്കാൻ പോവാ. വിശ്വസിച്ചു? യെസ്. ചിലരെ കർത്താവ് ഇപ്പോൾ ഉള്ള സ്ഥലത്തുനിന്ന് കർത്താവ് തന്നെ കരമുയർത്തി പൊക്കി എടുത്തുകൊണ്ട് പോകാൻ പോവുക. 2, the spirit of the Lord carried me away. ചില ആൾക്കാരെ പരിശുദ്ധാത്മാവ് ക്യാരി ചെയ്ത് പോകുന്ന ഒരു സമയമാണ്. ആമേൻ പറഞ്ഞു. വേണ്ടവർ ആമേൻ പറഞ്ഞു. ഇന്നൊരു പകൽക്കാലം കർത്താവിൻ്റെ ആത്മാവ് ഇതിനകത്തുണ്ട്. 3-ാമത്തെ കാര്യം, ഹി ലെഡ് മീ. ഇതുവരെ ഈ ഗ്ലോറി ടെൻറ്റിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മുടെ
റൂംസിലും ഹോസ്റ്റൽസിലും ഒക്കെ പോയി കഴിയുമ്പോഴത്തേന് സെയിം ഓൾഡ് ജീവിതത്തിലേക്ക് നമ്മൾ പോകത്തില്ല. ഇനി ഹീസ് ഗോയിങ് ടു ലീഡ് അസ്. പരിശുദ്ധാത്മാവിനെ ലീഡ് ചെയ്യുന്ന ഒരു ജനറേഷൻ ഇതിനകത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോകുകയാണ്. ഹീസ് ഗോയിങ് ടു ക്യാരി യു, ഹീസ് ഗോയിങ് ടു ലീഡ് യു. അടുത്ത വാക്യം ഇങ്ങനെ പറയുന്നത്, ഹി ആസ്ക്ഡ് മീ. എന്തെങ്കിലും പറയിപ്പിക്കുന്നതിന് മുന്നേ നിന്നോട് ചോദിക്കും, ഒരു കൺഫർമേഷൻ വേണ്ടിയിട്ട്. നിന്റെ ഉള്ളിൽ എന്തൊക്കെയാ ആഗ്രഹങ്ങൾ, നിന്റെ സ്വപ്നങ്ങൾ എന്താ, അത് ചോദിക്കും. അത് കഴിഞ്ഞതിന് ശേഷം he said to me prophesy. അത് ചെയ്യുന്ന ഒരു ജനറേഷൻ എഴുന്നേറ്റ് കൊണ്ടിരിക്കുക. ഞാൻ വിശ്വസിക്കുന്നു ഇതിനകത്തുള്ള ഇത്രയും ജനത്തെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചോ, അല്ലെങ്കിൽ ഇതിൻ്റെ മുഖം ഒന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചോ. 2-3 വർഷത്തിനുള്ളിൽ ഇവരെല്ലാം മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ് ആകും. They are going to minister according to the Holy Spirit leading. ഞാൻ വിശ്വസിക്കുന്നു ഇത് ജസ്റ്റ് അതിൻ്റെ തുടക്കം മാത്രമേ ഉള്ളൂ. അതിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നു, 14-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, I will put my spirit in you. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ ഉള്ളിലേക്ക് പകരും. You will live again. ചത്തുപോയി, കഴിഞ്ഞുപോയി, കുഴിച്ചു മൂടിയ ചില വിഷയങ്ങളെ പുനർജീവിപ്പിക്കുവാനിടയായി തരും. ഒരു കാലഘട്ടത്തിൽ ഞാൻ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവനാ, ഇപ്പം എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, യു ആർ ഗോയിങ് ടു ലിവ് അഗെയിൻ. കർത്താവ് നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ പോകുകയാണ്. 3-ാമത്തെ കാര്യം ഇങ്ങനെ പറയുന്നു, ഇതിനാൽ നിങ്ങൾ അറിയും ഞാൻ ദൈവമാണെന്ന്. ഈ ഗ്ലോറി ടെൻറ്റിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ അനുഭവിക്കുന്ന ഈ മഹത്വം കൊണ്ട് നിങ്ങൾ അറിയും, നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ അറിയും, ഇത് പറഞ്ഞത് ദൈവാത്മാവാണ്. ആമേൻ പറഞ്ഞു, ആമേൻ പറഞ്ഞു. ഇന്ന് പകൽക്കാലം കർത്താവ് ചിലരുടെ എന്താ പറയുന്നത്, ഈ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ തന്നെയാണ് പോയത്. ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് പോയത്. പരിശുദ്ധാത്മാവ് ക്രോണോസിൻ്റെ കാര്യം പറഞ്ഞു, കൈറോസിൻ്റെ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞ് ദേവദാസൻ ഒരുപാട് ഏഞ്ചലിക് വിസിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ പറയുവാനെടുത്തിരുന്നത്. ലാസ്റ്റിൽ താൻ പറയുകയുണ്ടായ ഒരു കാര്യമേ, ലുക്ക് അൺ ടു ദ ഹെവൻ ആൻഡ് സ്റ്റാർട്ട് യുവർ സ്പിരിച്വൽ ലൈഫ്. ഇതുവരെ താഴെ നോക്കിയാൽ പോയെങ്കിൽ ഇനി മേലോട്ട് നോക്കി പോകാൻ തുടങ്ങിക്കോ. അസാധാരണമായത് ചിലത് നിങ്ങളിലൂടെ കർത്താവ് ചെയ്യുവാനിടയായി. പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവാഹം ഇതിനകത്തുണ്ട്. ഇതിനകത്തുനിന്ന് പൊട്ടിപ്പുറപ്പെട്ട് ഒഴുകുന്ന ഒരുപാട് സെൻറ്റേഴ്സ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതുപോലെ ഓൾ നൈറ്റ് പ്രേയേഴ്സ് ഒരുപാട് ഇടങ്ങളിൽ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കണ്ടോ ഹല്ലേലൂയ, വരും ദിവസങ്ങളിൽ കണ്ടോ ഹല്ലേലൂയ, പിള്ളേരെ ചർച്ചിൽ കാണുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു, അത് തീർന്നു പോയി. ഈ പിള്ളേർ തുടങ്ങാൻ പോകുകയാണ്, പിള്ളേരെ കൊണ്ട് തുടക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ചില ഓൺലൈൻ പ്രേയറുകൾ പിള്ളേർ തുടങ്ങും. അപ്പച്ചന്മാരെ കസേരയിൽ ഇരിക്കുമ്പോൾ ഞാൻ അവരെ കുറ്റം പറയുകയില്ല. അവർ ഇരിക്കണം, അവർ ഇരിക്കേണ്ട സമയത്ത് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്തു. പക്ഷെ പിള്ളേരൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന അപ്പച്ചന്മാരോട് ഞാനൊരു പറയാം, ഇനി നോക്കിക്കോ, പിള്ളേർ ചെയ്യാൻ പോകുകയാണ്. ആത്മനിറവോടെ പിള്ളേർ എഴുന്നേൽക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഇപ്പോഴത്തെ കാലഘട്ടം പോലെ അല്ല. ഹല്ലേലൂയ. ഇത് പണ്ടത്തെ പോലെ കർത്താവ് ഒരിക്കൽ കൂടെ റിവൈവ് ചെയ്യാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ സംഭവിക്കും. ഒറ്റ കാര്യമുള്ളൂ, വിശ്വസിക്കുന്നവരാൽ. നമ്മളെല്ലാ മീറ്റിങ്ങിനും വന്ന് ആമേൻ പറഞ്ഞു പോയിട്ട് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ നമ്മുടെ വിശ്വാസം പോവും. ഇല്ല, ഇനി അങ്ങനെയല്ല. കർത്താവ്, ഞാൻ ഇവിടെ കേട്ടത് എവറി ഡേ കീപ് റിമൈൻഡിങ് യുവർ സെൽഫ് യു ആർ നോട്ട് ദ സെയിം ഓൾഡ് പേഴ്സൺ. നിങ്ങൾ പഴയ മനുഷ്യനല്ല. യു ആർ ബീങ് ലെഡ് ബൈ ദ ഹോളി സ്പിരിറ്റ്. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞാൻ സമയം അധികം എടുക്കുന്നില്ല. നമുക്ക് ലഭിക്കേണ്ടത് ആവശ്യത്തിനധികം നമുക്ക് ദൈവം തരുവാനിടയായി തീർന്നു. ആ ലഭിച്ചതൊക്കെയും ഒന്നോടൊന്ന് പ്രോസസ്സ് ചെയ്ത് ഒന്ന് ഏറ്റെടുത്ത് കർത്താവിനോടൊന്ന് പറഞ്ഞാട്ടെ, അപ്പ ഞങ്ങൾ കേട്ട ഈ മഹത്വം ഞങ്ങൾ അനുഭവിക്കുന്ന ഈ മഹത്വം കർത്താവേ, ഞങ്ങൾ ഇന്ന് കാണുന്ന ഈ ഒരു തുടക്കം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അധികമായി ഒന്ന് പെരുകണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് ഒരു തീരുമാനത്തോടെ പറയാമോ? നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയാ
എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറ നിർത്തിയിടേ. ഒരു പ്രാർത്ഥനയായി എല്ലാവരും, നിൻ വഴികളിൽ ഞാൻ നടക്കുവാനാ വഴി കാട്ടിയ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാറ നിർത്തിയിട. അതൊരു ഉറപ്പുള്ളവർ ചേർന്ന് ആരാധന അങ്ങേക്കാരാ. എല്ലാ ശബ്ദമുയർത്തി ശബ്ദമുയർത്തി ആരാധന. നിങ്ങളുടെ ശബ്ദം ഒന്ന് കേൾക്കട്ടെ, എന്റെ ദൈവം ഒന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ ശബ്ദം ഉയർത്തി ഒന്ന് പാടിയാൽ എല്ലാ ധരങ്ങളും തുറന്ന് ശക്തിയോടെ ആരാധന അങ്ങേക്കാരാധന. There is no one else like you, Father. There is no one else like you. Can you lift your hands and sing? You deserve the glory. സകലമാന മഹത്വം അവന് മാത്രം.